പത്തനംതിട്ട ജില്ലയിലും കനത്ത മഴ തുടരുകയാണ്. ജലാശയങ്ങൾ കരകവിഞ്ഞൊഴുകുന്നതോടെ നിരവധി വീടുകളിൽ വെള്ളം കയറി. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ബോട്ടിങ്ങിനും മലയോര പ്രദേശത്തേക്കുള്ള യാത്രകൾക്കും ജില്ലാ ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തി. മണ്ണാർക്കുളഞ്ഞി പമ്പ സംസ്ഥാന പാതയിലെ കല്ലാറ്റിൽ വെള്ളം ഉയർന്നതോടെ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. റാന്നി ടൗൺ ഏകദേശം ഒറ്റപ്പെട്ട നിലയിലാണ്. പമ്പയിൽ അതിവേഗം ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സീസൺ സാഗരം സുനിൽ ഇലന്തൂരാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സുനിൽ, ഈ പത്തനംതിട്ട ജില്ലയിലും അതീവ ഗുരുതര സാഹചര്യം തന്നെ നിലനിൽക്കുകയാണ്. മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ പമ്പ നദിയിലെ ജലനിരപ്പ് ഉയരുന്ന ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ, രക്ഷാപ്രവർത്തനം എങ്ങനെയാണ്? ഈ റാന്നി ടൗൺ ഉൾപ്പെടെ ഒറ്റപ്പെട്ട നിലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സാഹചര്യം. പത്തനംതിട്ട ജില്ലയിലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണുള്ളത്. ദുരന്ത സാധ്യതകൾ ഒഴിവാക്കുന്നതിനായി ഇന്നു മുതൽ 8 വരെ ജില്ലയിലെ എല്ലാ മലയോര മേഖലകളിലേക്കുള്ള രാത്രി 7 മുതൽ രാവിലെ 6 വരെയുള്ള യാത്രകളും തൊഴിലുറപ്പ് ജോലികൾ, വിനോദസഞ്ചാരത്തിനുള്ള കയാക്കിങ്, കുട്ടവഞ്ചി സവാരി, ബോട്ടിങ്, ട്രാക്കിംഗ് എന്നിവയിൽ നിരോധനം ഏർപ്പെടുത്തി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബോട്ടുകളും പള്ളിയോടങ്ങളും വള്ളങ്ങൾ, കടത്ത് എന്നിവ രക്ഷാപ്രവർത്തനത്തിനൊഴികെ നദികളിൽ ഇറക്കുന്നതും ഉപയോഗിക്കുന്നതും സുരക്ഷ കണക്കിലെടുത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെ നിരോധിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ പമ്പാ നദിയിലെ പ്രളയ സാധ്യത മുൻനിർത്തി ശബരിമല തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി തീർത്ഥാടകർ നദിയിൽ ഇറങ്ങുന്നതും കുളിക്കടവുകൾ ഉപയോഗിക്കുന്നതും മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെ നിരോധിച്ചിട്ടുണ്ട്. കൂടാതെ ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനവും മണ്ണെടുപ്പും ഈ മാസം 6 വരെ നിരോധിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ, വെള്ളക്കെട്ടുകൾ, പ്രാദേശിക വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ളതും മലയോര മേഖലയിലും വനത്തിലും മഴ ശക്തമാകുന്നത് മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതകൾക്കും വർദ്ധിപ്പിക്കുന്നതിനും പ്രദേശങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ ഡാമുകളിലെ നീരൊഴുക്ക് ശക്തമായതും ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്ത് പെയ്യുന്ന ശക്തമായ മഴയിൽ ഡാമുകളുടെ ശേഷി കവിഞ്ഞുള്ള കനത്ത ദുരന്ത സാധ്യത ഒഴിവാക്കുന്നതിനായി ഡാമുകളിൽ നിന്നും നിയന്ത്രിതമായ അളവിൽ ജലം പുറത്തേക്ക് തുറന്നുവിടുന്നുണ്ട്. ഇന്നലെ രാത്രി അർദ്ധരാത്രിയോട് കൂടിയാണ് മഴ കൂടുതൽ ശക്തമായത്. വളരെ വേഗത്തിൽ നദികളിൽ പ്രധാന നദിയായ പമ്പയിലും അച്ചൻകോവിലും കല്ലാറ്റിലും അടക്കം വളരെ വേഗത്തിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ഇപ്പോഴും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ വിവിധ താലൂക്കുകളിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്നാലും ഇന്ന് പകലോടുകൂടി ഏതാണ്ട് ശക്തമായ മഴയ്ക്കൊരു ശമനം ഉണ്ടെന്നുള്ളത് ആശ്വാസകരമാണ്. അപ്രതീക്ഷിതമായ വെള്ളം ഉയർന്നതിനെ തുടർന്ന് റാന്നി താലൂക്ക്, കോന്നി അടക്കമുള്ള കിഴക്കൻ മേഖലകളിലെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവയുടെ കണക്കൊന്നും കൃത്യമായിട്ടില്ല. ശരി, പത്തനംതിട്ട ജില്ലയിലും മഴക്കെടുതി അതീവ ഗുരുതര സാഹചര്യമാണ്. മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു. സുനിൽ ഇലന്തൂരാണ് വിവരങ്ങൾ നൽകിയത്.